നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൂര്യകാന്തിയെക്കുറിച്ചാണ്. എപ്പോഴും സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന തേജസ്സുള്ള പുഷ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ സൂര്യകാന്തി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഇത് ആദിത്യഭക്ത, സൂര്യമുഖി, സൂര്യവർച്ച എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആസ്ട്രേസിയ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഹീലിയാന്തസ് ആനസ് എന്നതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കൃഷി ചെയ്യുന്ന ഒരു സസ്യമാണിത്. ഇത് പൂന്തോട്ട ചെടിയായി നട്ടു വളർത്താറുമുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ഏകവർഷീയ ഔഷധിയാണിത്. ഇതിൻ്റെ തണ്ട് രോമാവൃതമാണ്. ഇതിൻ്റെ ഇലകൾ ഹൃദയാകാരവും രോമാവൃതവും പരിപരുത്തതുമാണ്. വളരെ മനോഹരമായ പുഷ്പങ്ങളുള്ള സസ്യമാണിത്. ഇതിന് 2 തരത്തിൽ പുഷ്പങ്ങൾ കാണപ്പെടുന്നു: ലിഗുലേറ്റ് പുഷ്പങ്ങളും ഡിസ്ക് പുഷ്പങ്ങളും. ഇതിൽ ലിഗുലേറ്റ് പുഷ്പങ്ങൾ കടും മഞ്ഞ നിറത്തിലും ഡിസ്ക് പുഷ്പങ്ങൾ തവിട്ടു നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലം ഏകദേശം 12 മില്ലിമീറ്ററോളം നീളം വരുന്നതാണ്. അതിൻ്റെ മുകളറ്റം ഉരുണ്ടതും കീഴറ്റം കൂർത്തതുമാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ കായിൽ കരിഞ്ജീരകത്തിനോട് സാദൃശ്യമുള്ള ചാരനിറത്തിലുള്ള വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്തിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് ഔഷധമായും ആഹാരങ്ങൾ പാകം ചെയ്യാനും ഉപയോഗിച്ചു വരുന്നു. വിത്ത് മുഖേനയാണ് ഇത് പുനരുൽപാദനം നടത്തുന്നത്. സൂര്യന് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ടാവാം ഇതിൻ്റെ വിത്തിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധമായി കണക്കാക്കുന്നത്. ഇല, പൂവ്, വേര്, ഫലം, വിത്ത്, തൈലം തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ പ്രധാനമായ ഔഷധയോഗ്യ ഭാഗങ്ങളാണ്. ഇതിൻ്റെ വിത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണ ബല്യവും മൂത്രളവുമാണ്. ഇതിൻ്റെ ഇലയ്ക്കും പൂവിനും ക്ഷയരോഗത്തെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. സൂര്യകാന്തിയുടെ വിത്ത് നിത്യവും സേവിക്കുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. സൂര്യകാന്തി കവിതയിലടക്കം വന്നതാണ്. സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ G. ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയാണ്. ഈ സൂര്യനോട് അനുബന്ധമായിട്ട് അതിൻ്റെ ആ പൂവ് ഇങ്ങനെ ചലിക്കും. അതാണ് സൂര്യകാന്തി എന്ന്. അതിൻ്റെ പൂവിന് സൂര്യകാന്തി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം, ഈ സൂര്യകാന്തിയുടെ വിത്ത് ദിവസേന ഒരു 3-4 എണ്ണം കഴിച്ചാൽ ഈ കണ്ണിന് വളരെ നല്ലതാണ്. ഈ കണ്ണിന് നല്ല ബലം കിട്ടും, കണ്ണിന് നല്ല തിളക്കം കിട്ടും. അതുപോലെ ഇതിൻ്റെ ഈ കുരു ഉണക്കി പൊടിച്ചിട്ട് ഓരോ ടീസ്പൂൺ കഴിച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസരോഗം, കാസരോഗം ഇതൊക്കെ ശമിക്കും. ഈ ലങ്സിന് നല്ല ഉത്തേജനം, ലങ്സ് നല്ലോണം വികസിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഈ സൂര്യകാന്തി എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞ സൂര്യകാന്തി എണ്ണയാണ് പറയുന്നത്. അപ്പോൾ ഈ സൂര്യകാന്തി എണ്ണയ്ക്ക് ശരീരത്തിന് ബലം കിട്ടാൻ നല്ലതാണ്. ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കും, അതുപോലെ ബലം ഉണ്ടാക്കും. പക്ഷേ ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അധികം ബ്രഹ്മണം മാത്രം ഈ കൊളസ്ട്രോൾ കൂട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അടുത്ത കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ സൂര്യകാന്തി എണ്ണയിലേക്ക് കടന്നു. പക്ഷേ വെളിച്ചെണ്ണയേക്കാൾ ദോഷം സൂര്യകാന്തി എണ്ണയ്ക്കാണ് ആയുർവേദപരമായി പറയുകയാണെങ്കിൽ. അപ്പോൾ യുക്തമാത്രം അതിൻ്റെ കുരുക്കൾ മാത്രം ഒരു 3-4 എണ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഉത്തേജകമാണ്, ശരീരത്തിന് ബലം ഉണ്ടാക്കും. ഈ കണ്ണിന് വളരെ കാഴ്ചശക്തി കൂട്ടുന്ന ഒരു സാധനമാണ് സൂര്യകാന്തി.